അഭിസംബോധന ചെയ്ത ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ സെഷൻ തുടരുകയാണ്. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫസ്ലുർ റഹ്മാൻ. അങ്ങനെ കാണാനും സംസാരിക്കാനും സാധിച്ചതിൽ സന്തോഷം. ചോദ്യം: കേരളത്തിലെ ചില തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ ജിഹാദായി ചിത്രീകരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ജിഹാദിൻ്റെ സമകാലിക പ്രായോഗികത എത്രമാത്രമാണെന്നും അതിൻ്റെ ഒരു സാധ്യത എത്രമാത്രമാണെന്നുള്ള ഒരു വിശദീകരണമാണ് ചോദിക്കുന്നത്. പിന്നെ ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ പീഡനം അനുഭവിക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രത്യാക്രമണങ്ങൾ, പ്രതിരോധ ശ്രമങ്ങളൊക്കെ ജിഹാദാണെങ്കിൽ അത്തരം ശ്രമങ്ങളിൽ നമ്മൾ കൂടി പങ്കാളികളാവേണ്ടതല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സുകളോടുള്ള ജിഹാദല്ല, മറിച്ച് സായുധ സമരം എന്ന തരത്തിൽ ആ ജിഹാദിൽ നമ്മൾ കൂടി പങ്കാളികളാവേണ്ടതല്ലേ? നമ്മുടെ സുഹൃത്തിന്റെ ചോദ്യം ജിഹാദിന്റെ സമകാലിക പ്രസക്തിയാണ്. ചുരുക്കത്തിൽ ജിഹാദിന് ഏറ്റവും അധികം പ്രയോഗിക്കപ്പെടുന്ന ഒരു പദമാണെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ജിഹാദ് എക്കാലഘട്ടത്തിൽ പ്രസക്തമാണ്. ജിഹാദില്ലാതെ ഒരു മുസ്ലിമിന് ജീവിതമില്ല. ജിഹാദില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ജിഹാദ് ഓരോ തലത്തിലുമുള്ള ജിഹാദും, ഇവിടെ സുഹൃത്ത് തന്നെ ചോദ്യത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കേവലമായ മാനസികമായ ജിഹാദ് മുതൽ തുടങ്ങുന്നു. അത് യഥാർത്ഥത്തിൽ ജിഹാദിനെ വളരെ സമഗ്രമായി പഠിച്ച ഒരു മഹാപണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. അദ്ദേഹം ജിഹാദിനെ 4ആയി തരംതിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ജിഹാദുൻ നഫ്സ്, ജിഹാദുൽ ശൈത്താൻ, ജിഹാദുൽ കുഫാർ വൽ മുനാഫിഖീൻ എന്നെല്ലാം പറഞ്ഞ് 4ആയി തരംതിരിച്ച് പഠിക്കുന്നുണ്ട്. ഇതിൽ എല്ലാ തലത്തിലുമുള്ള ജിഹാദ് ഒരു മുസ്ലിം എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 4 തരത്തിലും മുസ്ലിം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഒന്നാമത്തേത് സ്വന്തത്തോടുള്ള ജിഹാദ്. അത് ഒരാൾ മുസ്ലിം ആകുന്നത് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ 2ാം പ്രാവശ്യം നോക്കാനും സൗന്ദര്യം ആസ്വദിക്കാനും നമ്മളുടെ മനസ്സ് കാക്ഷിക്കുന്നു. നമ്മളെ ശരീരാരൂപത്തിലാണ് ഘടന തന്നെ. പക്ഷെ നമ്മൾ കണ്ണ് താഴ്ത്തുന്നു, നമ്മളത് 2ാം പ്രാവശ്യം നോക്കുന്നില്ല, ആ രൂപത്തിൽ ആസ്വദിക്കുന്നില്ല. ജിഹാദാണത്, മനസ്സിനോട് ചെയ്യുന്ന ജിഹാദാണത്. ഇങ്ങനെ ഓരോ തലത്തിലും. 2ാമത് പറയുന്ന ജിഹാദു ശൈത്താൻ, പിശാചിന്റെ പ്രലോഭനങ്ങളോടുള്ള ജിഹാദ്. അത് നമ്മൾ ഓരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ നമ്മളുടെ മനസ്സ് അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു പിശാച്. പക്ഷേ നമ്മൾ റസൂലുള്ളാഹി പറഞ്ഞെടുത്ത് നിൽക്കുന്നു, ഖുർആൻ പറഞ്ഞെടുത്ത് നിൽക്കുന്നു. 3ാമതായി ജിഹാദുൽ കുഫാർ വൽ മുനാഫിഖീൻ. ഇത് ആണ് പലപ്പോഴും പല തലങ്ങളിലുള്ളത്. ഈ 3ഉം പല തലങ്ങളിലുണ്ട്. പക്ഷെ ഈ ജിഹാദുൽ കുഫാർ വൽ മുനാഫിഖീനിൽ 1ാമത് വരുന്നത് അവർക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുക്കലാണ്. സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന് പറഞ്ഞ ജിഹാദ്, ഏറ്റവും വലിയ ജിഹാദ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മൊത്തം നോക്കിയാൽ ഈ ജിഹാദ് ഇല്ലാത്തൊരു സമയം റസൂലിന്റെ ജീവിതത്തിലില്ല. ജിഹാദ് ഏത് സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഈ നുബുവത്ത് ലഭിച്ച കാലം മുതൽക്ക് മരണപ്പെടുന്ന സമയം വരെയുള്ള 23 വർഷക്കാലഘട്ടം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അവിടെ എല്ലാം തന്നെ എന്തുണ്ട്? ജിഹാദുൽ കുഫാർ വൽ മുനാഫിഖൂൻ ഉണ്ട്. അതിൽ തന്നെ എന്തുണ്ട്? ഈ ജിഹാദ് ഉണ്ട്. ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ജിഹാദ്. ഇതാണ് ഏറ്റവും ത്യാഗം വേണ്ട ജിഹാദ്. ഇതാണ് ഏറ്റവും പ്രയാസകരമായ ജിഹാദ്. ഇതാണ് ഏറ്റവും ആസൂത്രിതമായി നടക്കേണ്ട ജിഹാദ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ജിഹാദ്. നിങ്ങൾ നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണല്ലോ തായിഫിലെ സംഭവം. തായിഫിൽ എറിയപ്പെട്ടു, പ്രയാസപ്പെടുത്തപ്പെട്ടു, മനസ്സിന് ഏറ്റവും വലിയ മുറിവേറ്റു. റസൂലുള്ള ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടപ്പോഴാന്ന് ചോദിച്ചപ്പോ മുഴുവൻ പറഞ്ഞു തായിഫിൽ നിന്നാണെങ്കിൽ. അത്രയും മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കേണ്ട അവസ്ഥ. ഈ സമയത്ത് ഒരാളെ കണ്ടു റസൂൽ, അദ്ദാസ്. അയാൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കണം, ഈ സന്ദേശം പറഞ്ഞു കൊടുക്കണം. അയാൾ ഇസ്ലാമിലെത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ
ഒരവസരത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി വെക്കാത്തൊരു കാര്യമാണത്. അതാണ് സത്യത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെ വ്യക്തികളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന, കൂട്ടിയോജിപ്പിക്കുന്ന ജിഹാദ്. അതിനുള്ള സാഹചര്യം ഇല്ലാതെയാകുമ്പോൾ ജിഹാദ് കുഫാറ് ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ജിഹാദ് ആകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, അതിനുള്ള സാഹചര്യം ഇല്ലാതെയാകുമ്പോൾ, അതിനുള്ള സാഹചര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്നതാണ് ആവശ്യമെങ്കിൽ ആയുധമെടുത്തുകൊണ്ടുള്ള ജിഹാദ്. അത് ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ ചെയ്യുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആദ്യം പീഡനങ്ങൾ ഉണ്ടായി. പിന്നെ ഉമർ റളിയല്ലാഹു ഹംസ റളിയല്ലാഹു എല്ലാം വന്നു. ഇസ്ലാമിക സമൂഹം കുറച്ച് വികസിച്ചു. ആ സമയത്ത് വേണമെങ്കിൽ റസൂലുള്ളാഹിക്ക് സുനൻ നിസായിൽ ഒരു ഹദീസ് കാണാൻ നമുക്ക്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫും കുറച്ച് ആളുകളും, റസൂലെ, ഞങ്ങള് മുശ്രിക്കുകളായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടായിരുന്നു. ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചാൽ നാരണം ചോദിക്കാൻ ഞങ്ങൾക്ക് കഴിയായിരുന്നു. റസൂലെ, ഇപ്പൊ ഞങ്ങൾ ആകെ അധസ്ഥിതരായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നത് എന്താ? ക്ഷമിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആയുധം എടുക്കാനല്ല എന്നാ. ഒരു ചോദിക്കണം, എന്തിനാ ആയുധം എടുത്തൊന്ന് ശരിയാക്കട്ടെ വരെ എന്നാ. ഈ സമയത്ത് ഈ രാജ്യത്ത് ജീവിക്കുക എന്നതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന, ഈ രാജ്യത്ത് പീഡനങ്ങൾ ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി ചെയ്യുന്ന എന്താ? പിന്നെ അബസീനിയയിലേക്ക് ആളുകളെ പറഞ്ഞേക്കുക, സഹാബിമാരെ. അവിടെ എങ്ങോട്ടാ പറഞ്ഞേക്കണത്? ഒരു ക്രിസ്ത്യൻ രാജ്യത്തിലേക്ക്, ക്രിസ്തു മതമനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ നാടുകളിലേക്ക്. അവിടെ അവർ പക്ഷേ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ. ആ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് ഒരിക്കലും അവരോട്, ആ രാജ്യത്തോട് പോരാടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ആ രാജ്യത്തോട് റസൂലുള്ളാഹി പോരാടില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായി. ആ ഇസ്ലാമിക രാഷ്ട്രം വളർന്നു. ആ രാജ്യത്തെ പൂർണ്ണമായും മുസ്ലിമായി ജീവിക്കുന്ന അവസ്ഥയുണ്ടായി. എന്നിട്ടും ഖൈബർ യുദ്ധത്തിന് ശേഷമാണ്, ഖൈബർ യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ്, അഥവാ ഹിജ്റ ഏകദേശം 6ാമത്തെ വർഷമാണ് ജാഫർ ബിൻ അബി താലിബിന്റെ നേതൃത്വത്തിലുള്ള സംഘം അബിസീനയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ ഹിജ്റ ചെയ്യേണ്ടതില്ല, അവിടെ ആ രാജ്യത്തിനെതിരെ കലാപം ഉണ്ടാക്കേണ്ടതില്ല, ആ രാജ്യത്ത് നല്ല രീതിയിൽ ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ആ ജീവിക്കുന്ന സമയത്ത് അവരെന്തായിരുന്നു? ദായികളായിരുന്നു. ആ ദാവത്ത് എവിടെത്തെത്തി? ആ രാജ്യത്തിലെ രാജാവ് നജ്ജാഷി റളിയല്ലാഹു അൻഹു, ആ നജ്ജാഷി ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥയിൽ വരെ ആ ദാവത്ത് എത്തിച്ചേർന്നു. ഞാൻ പറയുന്നത്, നജ്ജാഷിയുടെ പ്രബോധനം കൊണ്ടാണ് അംർ ഇബ്നു ആസിനെ പോലെയുള്ള ആളുകളടക്കം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ആ രൂപത്തിലുള്ള ഒരു ദായി രാജാവിനെ വരെ മാറ്റുവാനുള്ള ഒരു പ്രബോധനം അവിടെ നടന്നു. ഏറ്റവും അടിസ്ഥാനപരമായി ഞാൻ സൂചിപ്പിക്കുന്നത് ജിഹാദ് അതാണ്. അതേസമയം ആയുധമെടുത്തുള്ള ജിഹാദില്ലേ, ആയുധമെടുത്തുള്ള ജിഹാദിനുള്ള പ്രേരണയില്ലേ? തീർച്ചയായും ഉണ്ട്. അത് എപ്പോഴാ ചെയ്യേണ്ടത്? ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകുന്നു, ആ രാഷ്ട്രത്തിന്റെ കീഴിൽ നമ്മൾ ജീവിക്കുന്നു, ആ രാജ്യത്തിന് കുഴപ്പമുണ്ടാകുന്നു, ആ രാജ്യത്തിനെതിരിൽ ഇസ്ലാമിക വിരുദ്ധമായ രാഷ്ട്രം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പൊ നമ്മള് ആ രാജ്യം പറയും നമ്മളോട് ജിഹാദ് ചെയ്യാം, അപ്പൊ നമ്മൾ ജിഹാദ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ രാഷ്ട്രത്തോടൊപ്പം നിൽക്കണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രാജ്യത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അപ്പോ ഈ രാജ്യം ആ രാജ്യത്തോട് പടപൊരുതും. ആ സമയത്ത് നമ്മുടെ രാജ്യം ആ രാജ്യത്തോട് പടപൊരുതുമ്പോ നമ്മൾ അവിടെ ജിഹാദ് ചെയ്യണം, നമ്മൾ അവിടെ ആയുധമെടുത്ത് പോരാടണം. ഇതല്ലാതെയുള്ള ഒരു സായുധ സമരം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ പലസ്തീനിലെല്ലാം നടക്കുന്നത് തീർച്ചയായും ആവശ്യത്തിന് വേണ്ടിയുള്ള സമരമാണെങ്കിൽ ആ സമരം ആദർശമനുസരിച്ച് ഒരാൾ പങ്കെടുക്കുമെങ്കിൽ അയാൾക്ക് പ്രതിഫലം കിട്ടും. പക്ഷേ ആ പ്രതിഫലം ആ ഒരു കോസിനെ പൂർണ്ണമായും ജിഹാദാക്കി തീർക്കുമോ എന്ന് ചോദിച്ചാൽ, സമുദായത്തിന് വേണ്ടി മാത്രമായി നടക്കുന്ന ഒരു ഏർപ്പാട് ജിഹാദല്ല, മറിച്ച് ഒരു ആദർശത്തിന് വേണ്ടിയും ആദർശമനുസരിച്ച് ജീവിക്കുന്ന സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും നടക്കുന്നതാണ് ജിഹാദ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പലസ്തീനിൽ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി പോരാടേണ്ടതുണ്ട്. പക്ഷെ അത് നിയതമായ മാർഗങ്ങളിലൂടെയാകണം, അള്ളയും റസൂലും പറഞ്ഞ രൂപത്തിലാകണം. അത് കേവലം അവിടെ ഒരു ആത്മഹത്യാ സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് അതിന് പോകുന്നത് ജിഹാദാകൂല, ജിഹാദിന് വിരുദ്ധമാകുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതെങ്ങനെ പിന്നെ നടത്തണം? അത് നമ്മൾ ഇവിടെ നല്ല നമ്മൾ ആലോചിക്കേണ്ടത് പലസ്തീനിലെ പണ്ഡിതന്മാരാണ് കൂടിയാലോചിച്ച് ആ കാര്യത്തിൽ
തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പലസ്തീനിലുള്ള വളരെ ചെറിയൊരു വിഭാഗത്തിന്റെ ആത്മഹത്യ സ്കോഡും ആത്മഹത്യ പൊട്ടിത്തെറികളുമാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അവിടുത്തെ ജൂത ഇസ്രായേലിനെതിരെ പോരാടിക്കൊണ്ട് തന്നെ നിയതമായ മാർഗങ്ങളിലൂടെ പോരാടിക്കൊണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയൊരു വിഷയമാണത്. ചുരുക്കത്തിൽ നാം ചെയ്യേണ്ട ജിഹാദ് റസൂലുള്ള ഒരിക്കലും ഒഴിവാക്കാത്ത ജിഹാദാണ്. ഈ ആദർശ പ്രബോധനം എന്ന ജിഹാദാണ്. MSM എൻലൈറ്റനിങ് കോൺഫറൻസിലൂടെ നമ്മൾ കൊടുക്കുന്ന സന്ദേശം അതാണ്. ആ ജിഹാദാണ് നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടത്. അത് ഏറെ ത്യാഗം ആവശ്യമുള്ളതാണ്. അത് മരണമല്ല, ജീവിതമാണ്. ജീവിക്കുക ഇസ്ലാമിന് വേണ്ടി, മുസ്ലിമായി ജീവിക്കുക, ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യ നിർവ്വഹണത്തിന്റെ രംഗത്ത് വേണമെങ്കിൽ മരിക്കാനുള്ള സന്നദ്ധത നമ്മളിൽ ഉണ്ടാകണം. അത് സമുദായത്തിന് വേണ്ടിയല്ല, ആദർശത്തിന് വേണ്ടിയാണ് എന്ന ബോധ്യവും നമുക്കുണ്ടാകണം. അടുത്ത ചോദ്യം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ്. അസ്സലാമു അലൈക്കും. വഹാബിസത്തിന്റെ ദൂഷ്യങ്ങൾ കരുതിയിരിക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഇന്ത്യ ടുഡേയിൽ വന്ന ലേഖനങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് വിഷയാവതരണം അവസാനിച്ചത്. യഥാർത്ഥത്തിൽ തനതായ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഇസമാണോ വഹാബിസം? അതിന് മൗദൂദിസവുമായുള്ള അന്തരം എന്താണ്? അസ്സലാമു അലൈക്കും. വഹാബിസം എന്നൊരു ഇസം ഇല്ല. സത്യത്തിൽ അങ്ങനൊരു ഇസം ആരും പഠിപ്പിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ വഹാബിസം എന്ന ഇസം ഉണ്ടാകുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ തലച്ചോറിൽ നിന്നാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർക്ക് ഇസ്ലാമിനെ മൊത്തത്തിൽ തകർക്കുവാനും ഇസ്ലാമിനെ മൊത്തത്തിൽ ക്രൂശീകരിക്കുവാനും പരിശ്രമിക്കുമ്പോൾ അവരുടെ വീക്ഷണത്തിൽ കുറെ നല്ല മുസ്ലിങ്ങളുണ്ട്. ആ നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരം മുസ്ലിമും ആത്മാവ് പാശ്ചാത്യനുമായ നല്ല മുസ്ലിമാണ്. അവർ നിങ്ങൾക്ക് നമസ്കരിക്കുമ്പോൾ പൂർണ്ണമായും ഹിജാബിലായിരിക്കും, പക്ഷേ ടെന്നീസ് കോർട്ടിൽ ശരീരം പൂർണ്ണമായും പുറത്ത് കാണിച്ചു കൊണ്ടുമാകും. ഇത് നല്ല മുസ്ലിമിന്റെ മാതൃകയാണ്. നമസ്കാരത്തെ കുറിച്ച് സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ പോയി നമസ്കരിക്കും, പക്ഷേ ഷൂട്ടിങ്ങിനിടയിൽ പെണ്ണിനെ പിടിച്ചും പിന്നെ ചുറ്റിയുമെല്ലാം ആടിക്കളിക്കും. നല്ല മുസ്ലിമിന്റെ ഉദാഹരണമാണ്. ഇങ്ങനെ എത്രയോ നല്ല മുസ്ലിങ്ങളുണ്ട്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിതത്തെ നയിക്കുന്ന ആളുകളെ പ്രത്യേകമായി കോർണർ ചെയ്ത് അവരെ ആക്രമിക്കുവാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ കണ്ടുപിടിച്ചൊരു ശബ്ദമാണ് വഹാബിസം. അതിന്റെ കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇപ്പറഞ്ഞ രൂപത്തിലുള്ള സമൂഹം പോകുന്ന തരത്തിൽ സമൂഹത്തെ നയിക്കുന്നതിന് പകരം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ തിരിച്ചു വിളിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത എന്താന്ന് വെച്ചാൽ അദ്ദേഹം വളരെ പ്രായോഗികതാവാദിയായി. അദ്ദേഹം ഈ തോരത്തിൽ പറയുക മാത്രമല്ല, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ആ സമൂഹത്തിന് രാഷ്ട്രീയ അധികാരം നേടുവാൻ വേണ്ടിയുള്ള ഇസ്ലാമികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഒരു രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി ആധുനിക കാലഘട്ടത്തിൽ പരിവർത്തിപ്പിക്കുകയും ആ രാജ്യം ലോകത്തെങ്ങും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത 1800കളുടെ അവസാനവും 1900ന്റെ ആദ്യ കാലഘട്ടവും ഈ ഒരു തലം വെച്ചുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെല്ലാം വഹാബികളാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണം ആരംഭിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ, ഗ്ലോബലൈസേഷന്റെ കാലഘട്ടത്തിൽ വഹാബി എന്ന് പറയുന്നത് അവരുടെ ആത്മാവ് സ്വീകരിക്കാത്ത, പാശ്ചാത്യ ലോകത്തിന്റെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ആത്മാവ് സ്വീകരിക്കാത്ത മുസ്ലിങ്ങളെയാണ്. ഇതോടെ മുസ്തഫ തൻവീർ ഇവിടെ വിശദീകരിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവരെന്താണ്? അവർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ സവിശേഷത. അതല്ലാത്ത വേറെ ഒന്നുമില്ല. വഹാബിസത്തിന്റെ മുദ്ര എന്താണ്?
അവരുടെ പർദ്ദയാണ്. വഹാബിസത്തിന്റെ സ്ഥിരം ഏർപ്പാട് എന്താണ്? നമസ്കാരമാണ്. 5 നേരത്തെ കൃത്യമായ നമസ്കാരമാണ്. വഹാബി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിത്രം എന്താണ്? താടി അല്പം നീട്ടിയ ആളുകളുടെ ചിത്രമാണ്. ഇതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ? ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പിക്ചർ. ഇനി അതിന്റെ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തെ ഭീകരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ വഹാബിയായി ചിത്രീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമുണ്ട്. അത് അതിന്റെ സൈദ്ധാന്തികരുടെ പക്ഷത്തു നിന്നും അതിന്റെ ഈ പാശ്ചാത്യ ലോകത്തിന്റെ പക്ഷത്തു നിന്നെല്ലാം നടക്കുന്നതാണ്. അത് സൈദ്ധാന്തികരുടെ പക്ഷത്തു നിന്ന് പറഞ്ഞാൽ ലോകത്തെ ഇസ്ലാമിക ഭീകരത എന്നത് ഉണ്ടാകുന്നത് മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കലാണ് എന്ന ചിന്തയാണ് ഇതിന്റെ ബീജം. തീർച്ചയായും ആ ചിന്ത കൊണ്ടുവന്ന ആളുകൾ മുസ്ലിം ഭീകരവാദികളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ ആ ചിന്തയിൽ നിന്നാണ് ഇതിന്റെ ബീജം ഉണ്ടാകുന്നത്. ആ ബീജമാണ് വളർന്ന് വന്ന് ലോകത്തെങ്ങും ഭീകരതയായി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വഹാബികളായി ചിത്രീകരിക്കുക വഴി ലോകത്തെങ്ങുമുള്ള യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ വഹാബികളാക്കി തീർക്കാം, ഭീകരവാദികളാക്കി തീർക്കാം എന്ന് പാശ്ചാത്യ ലോകത്തിന് കൃത്യമായിട്ട് അറിയാം, ബുദ്ധിജീവികൾക്കറിയാം. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട 2 ഫേസസ് ഓഫ് ഇസ്ലാം എന്നൊരു പുസ്തകമുണ്ട്. 2 ഫേസസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ 2 മുഖങ്ങൾ. വളരെ വലിയൊരു പഠന ഗ്രന്ഥമാണ്. ഇസ്ലാമിന്റെ 2 മുഖങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഒന്നാമത്തെ മുഖം മുഹമ്മദ് നബി പറഞ്ഞത് അതേപോലെ അക്ഷരം പ്രതി പ്യൂരിറ്റനിസം എന്നാണ് അവരതിന് പറഞ്ഞ പേര്. അക്ഷരം പ്രതി അതേപോലെ അനുധാവനം ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന മുഖം. അതാണ് ലോകത്തെ സകല കുഴപ്പങ്ങളുടെയും മുഖം, ജഡത്വത്തിന്റെ മുഖം, പിന്നോക്കത്തിന്റെ മുഖം. അതേസമയം ഇസ്ലാമിന്റെ മറ്റൊരു മുഖം എല്ലാവരുമായും സമരസപ്പെട്ട് ഒരുമിച്ച് സാംസ്കാരികമായി എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന ഒരു മുഖം. അവർ പള്ളിയിൽ പോകുന്നു, നമസ്കരിക്കുന്നു, പക്ഷെ പുറത്തു വരുന്നു, കുപ്പായയിക്കുന്നു. അവർക്ക് സാമ്പത്തിക രംഗത്ത് അവർ കുറെ ദാനം കൊടുക്കുന്നു, പക്ഷെ ജീവിതത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പാശ്ചാത്യ മൂല്യങ്ങൾ അനുസരിക്കുന്നു. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ആളുകൾ ആണ് വഹാബികൾ എന്ന്. മൗദൂദിസം എന്ന് പറയുന്നത് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിൽ അതും ഇതേപോലെ തന്നെ ഒരു ഇസമായി ഉണ്ടായപ്പെട്ട ഒരു സാധനമല്ല. മൗദൂദി സാഹിബ് മൗദൂദിസം എന്നൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ല എന്നർത്ഥം. എന്നാൽ അങ്ങനെ ഇവിടെ ആരെങ്കിലും ആരോപിക്കപ്പെടുന്നത് നമ്മൾ കേൾക്കുന്നില്ല. നിങ്ങൾ പുതിയ ഏത് പഠനങ്ങളെടുത്ത് പരിശോധിച്ചാലും യഥാർത്ഥത്തിൽ ഇതിന്റെ ബീജം ഞാൻ പറഞ്ഞ മുസ്ലിമിന് ഇസ്ലാമിക രാഷ്ട്രത്തിലെ മുസ്ലിമായി ജീവിക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ മുസ്ലിം എപ്പോഴും രാഷ്ട്രവുമായി കലാപത്തിലായിരിക്കും മാനസികമായി എന്നും ഈ രാഷ്ട്രത്തെ ഇസ്ലാമികമാക്കുവാൻ അവൻ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കണമെന്നും ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സ്ഥാപിച്ച വ്യക്തിയാണ് മൗലാന മൗദൂദി. ആ മൗലാന മൗദൂദിയുടെ ചിന്തകളെ ആണ് സത്യത്തിൽ ലോകത്തെങ്ങും വളർന്ന് വികസിച്ചിട്ടുള്ള ഭീകരവാദത്തിന്റെ ബീജമായി തീർന്നത് എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ ചിന്തകളെയല്ല ഇന്ന് പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത്, മറിച്ച് വഹാബിസത്തെയാണ്. എന്തുകൊണ്ടെന്നാൽ വഹാബിസം ഇവര് പറയുന്നത് യഥാർത്ഥ ഇസ്ലാമാണ് എന്നതുകൊണ്ട് ഇവരടക്കം മൗദൂദി ചിന്തകളുടെ വാഹകരായി ആധുനിക കാലഘട്ടത്തിൽ അറിയപ്പെടുന്നവരടക്കം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് വഹാബിസത്തെയാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചിന്തകളെയാണ്, സലഫി പ്രസ്ഥാനത്തെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം അവരും അതേ രൂപത്തിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇവർ പറഞ്ഞതുപോലെ ഇസ്ലാമിക രാഷ്ട്രമെല്ലാം മനസ്സിലുണ്ട്, പക്ഷേ സംസ്കാരം മുഴുവൻ പാശ്ചാത്യൻ പറഞ്ഞ രൂപത്തിലായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത, വാസ്തവം. നിങ്ങൾക്ക് പരിശോധിച്ച കണകൾ. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, വളരെ അച്ചടക്കത്തോടു കൂടിയാണ് രാവിലെ മുതൽ ഈ സെഷൻ വരെ നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം, നമസ്കാരം, അടുത്ത സെഷൻ തുടങ്ങിയവയെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എണീക്കാവൂ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. വോളണ്ടിയർമാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രമേ നിങ്ങൾ സദസ്സിൽ നിന്ന് എണീക്കാവൂ.
ഈ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. കൃത്യമായി നവോത്ഥാനം